യോഹന്നാൻ്റെ സുവിശേഷം 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ബൈബിളിലെ 4 സുവിശേഷകരുടെയും ലക്ഷ്യം യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുക എന്നതാണെങ്കിലും അതിലൂടെ അവർ ഉദ്ദേശിച്ചത് യേശുവിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനും അത് വിശ്വസിച്ച് ഏവരും ജീവരക്ഷ പ്രാപിക്കാനുമായിരുന്നു. മറ്റ് 3 സുവിശേഷകരും ഏകദേശം സമാനമായ ശൈലിയിൽ അതിനെ പുസ്തകത്താളിലാക്കി. അവരുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്താതിരുന്ന പല സംഭവങ്ങളും യേശുവിൻ്റെ ഉപദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് യോഹന്നാൻ രചന നടത്തിയത്. ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹം അവ കുറിച്ചതിനെ യേശുവിലെ നിത്യജീവനിലേക്ക് നയിക്കാനുള്ള അടയാളങ്ങൾ എന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവ് യോഹന്നാന് നൽകിയ നിയോഗവും പ്രചോദനവും ആ രീതിയിലായിരുന്നു. തൻ്റെ സുവിശേഷ രചനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് സംശയോക്തി കൂടാതെ രേഖപ്പെടുത്തുന്നതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ആദ്യം മുതൽ തന്നെ ഈ സുവിശേഷം വ്യക്തമാക്കുന്നു. എന്നാൽ കേവലം ദൈവപുത്രനെന്ന് മാത്രം പറയാതെ ക്രിസ്തു ആരാണെന്ന് കൂടെ പറയുന്നു. ഇത് രണ്ടും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ മാത്രമേ സംഗമിക്കുന്നുള്ളൂ. അത് യേശുവിൽ മാത്രമാണ്. ഏകജാതനായ പുത്രൻ എന്നത് കൊണ്ടും ഇതേ ആശയം തന്നെയാണ് കൈമാറുന്നത്. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരുടെ പാപവിമോചകനായതാണ് യേശുക്രിസ്തുവിലൂടെ നടന്നത്. ആകയാൽ ആ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമേ യഥാർത്ഥ ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഉള്ള ജീവൻ ഭൂമിയിൽ മരണം കൊണ്ട് അവസാനിക്കുന്നതാകയാൽ അതിനും അപ്പുറമുള്ള നിത്യജീവൻ ഇവിടെ വച്ച് തന്നെ പ്രാപിക്കണം. അത് യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ മാത്രമേ ലഭിക്കൂ. നിത്യജീവനിലേക്കുള്ള ക്ഷണമാണ് ദൈവം നമുക്കെല്ലാം നൽകിയിരിക്കുന്നത്. അതിനുള്ള ഏക മാർഗമാണ് ദൈവപുത്രനായ യേശുക്രിസ്തുവിലെ വിശ്വാസം. കേവലം ഒരു നിമിഷത്തേക്കുള്ള തോന്നലല്ല, ആവശ്യനേരത്ത് മാത്രമുണ്ടാകുന്ന ബോധമല്ല. ജീവിതകാലം മുഴുവൻ അചഞ്ചലമായി യേശുവിനെ വിശ്വസിച്ച് ആശ്രയിക്കാം. God bless you.